വാദ്യാരുടെ പൂജയ്ക്കുള്ള പുഷ്പങ്ങളെല്ലാം സ്വന്തം തോട്ടത്തിൽ നിന്ന് തന്നെ. ടെറസ് ഫാമിങ്ങിനെ തോട്ടമെന്ന് വിശേഷിപ്പിക്കുന്നതിൽ ഔചിത്യക്കുറവുണ്ടെന്ന് തോന്നിയേക്കാം. എന്നാൽ നോക്കുക, പുൽത്തകടി മുതൽ വിളഞ്ഞു നിൽക്കുന്ന തെങ്ങും മാവും കായ്കറിത്തോപ്പുമൊക്കെയായി കാണപ്പെടുന്ന ഈ അത്ഭുത കാഴ്ചയെ ഒരു തോപ്പ് എന്നല്ലാതെ മറ്റെന്താണ് വിശേഷിപ്പിക്കാനാവുക? 2000 സ്ക്വയർ ഫീറ്റിലാണ് ARS വാദ്യാരുടെ ഓപ്പൺ എയർ ടെറസ് കൃഷി. തെങ്ങ്, മാവ്, പേര, ചാമ്പ, പപ്പായ, കറിവേപ്പ്, പടവലം, പീച്ചിങ്ങ, വെണ്ട, വഴുതന, മുരിങ്ങയ്ക്ക, പാവൽ, മത്ത, കുമ്പളം, ചീര, കൂർക്ക, മുളക്, തക്കാളി, വാനില, മുന്തിരി, പാരിജാതം, പവിഴമല്ലി, ചെമ്പരത്തി, മുല്ല, റോസ്, പിച്ചകം, വാടാമുല്ല, ജമന്തി, ചെത്തി, തുളസി, രുദ്രാക്ഷം, താമര. വാദ്യാർ നട്ടുവളർത്തിയെടുത്തിരിക്കുന്ന സസ്യജാലങ്ങളുടെ പട്ടിക ഇവിടെ അവസാനിക്കുന്നില്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കായ്കറികൾ വാങ്ങാനായി വാദ്യാർ ചന്തയിലേക്ക് പോയിട്ടില്ല. അരിയും പരിപ്പ് വർഗ്ഗങ്ങളും മാത്രമാണ് കടയിൽ നിന്ന് വാങ്ങുന്നത്. അന്നന്നത്തെ പാചകത്തിനുള്ള പച്ചക്കറികൾ വാദ്യാർ രാവിലെ തോട്ടത്തിൽ നിന്നും പറിച്ചെടുക്കുന്നു. ഇത്ര ശുദ്ധവും മാലിന്യങ്ങൾ തീണ്ടാത്തതുമായ കായ്കറികൾ കൊച്ചിയിൽ മറ്റെവിടെ നിന്ന് കിട്ടുമെന്ന് വാദ്യാർ ചോദിക്കുമ്പോൾ അതിന് മറ്റൊരുത്തരം ചൂണ്ടിക്കാട്ടാനില്ല. ടെറസിൽ നെൽകൃഷി ചെയ്യാനും പശുവിനെ വളർത്താനും കൂടി ഈ മനുഷ്യൻ പദ്ധതിയിട്ടിരുന്നുവെങ്കിലും സ്ഥലപരിമിതി മൂലം തീരുമാനം മാറ്റുകയായിരുന്നു. പിന്നെ നെല്ല് ആലോചിച്ചാൽ നെല്ലിനെ പക്ഷേ കുറേ കൂടി വേറെ ചെടി, അത് വേറെ തന്നെയല്ല, ഇതിന് സമയം കൂടി വേണം. ശരിക്കും ഇതിൻ്റെ പുറത്ത് ഞാൻ പശുവിനെ കൂടി വളർത്തുമെന്ന് വിചാരിച്ചു. കാരണം ചാണകം കിട്ടും, അതിൻ്റെ മൂത്രം കിട്ടും, അത് തന്നെ ഇതിന് ഉപയോഗിക്കാം. പക്ഷേ അതെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ മറ്റു ജോലികളൊക്കെ മുടങ്ങും. അല്ലെങ്കിൽ പിന്നെ ആ രീതിയിൽ കൂടി പോകാൻ എന്നെക്കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുവരെ ചെയ്യാൻ സാധിക്കും. ശരിക്കും പശുവിനെ വളർത്താൻ പറ്റും, നെൽകൃഷി ചെയ്യാൻ പറ്റും. എറണാകുളത്ത് നിന്നും 16 കിലോമീറ്റർ അകലെയുള്ള ചേപ്പനം എന്ന ഗ്രാമത്തിലായിരുന്നു വാദ്യാരുടെ ജനനം. അച്ഛന് കൊപ്ര കച്ചവടമായിരുന്നു തൊഴിൽ. തറവാടിന്റെ ഭാഗം നടന്നതോടെയാണ് എറണാകുളത്തേക്ക് താമസത്തിനായി മാറിയത്. ഇവിടെ കുറച്ച് വിസ്തീർണമുള്ള ഭൂമിയിൽ വാദ്യാർ പണിത 3 നില വീട് കണ്ട് പഴമക്കാരനായ അച്ഛൻ്റെ ചോദ്യം ഇപ്രകാരമായിരുന്നു: ഈ മണ്ണിൽ നിന്നും തിന്നാൻ എന്തു കിട്ടും? അച്ഛൻ്റെ ചോദ്യം വാദ്യാരെ ഇരുത്തി ചിന്തിപ്പിച്ചു. മണ്ണിനോടും കൃഷിയോടുമുള്ള മനസ്സിലെ അടങ്ങാത്ത ആർജവം ജ്വലിപ്പിക്കുന്നതായിരുന്നു അച്ഛൻ്റെ വാക്കുകൾ. ടെറസിന് മുകളിൽ കൃഷി ചെയ്യുകയെന്ന നവീനമായൊരു ആശയത്തിന് തുടക്കം കുറിക്കലായിരുന്നു അത്. കൃഷിക്ക് അനുയോജ്യമായ ഇടമൊരുക്കലായിരുന്നു ആദ്യം ചെയ്തത്. പ്രത്യേകം തടങ്ങളെടുത്ത് ഓരോ ചെടിക്കും അനുയോജ്യമായി മണ്ണ് നിറച്ച് വിത്തുകൾ പാകി. ചെടിയുടെ വേരുപടലത്തിന്റെ വളർച്ചയ്ക്ക് അനുസൃതമായാണ് തടങ്ങളിൽ മണ്ണ് നിറയ്ക്കുന്നത്. കൽപ്പൊടി, ക്ഷാരം, ചാരം, ചകരിച്ചോറ്, മണൽ, നാടൻ മണ്ണ് എന്നിവയുടെ മിശ്രിതമാണ് മണ്ണായി ഉപയോഗിക്കുന്നത്. ഒന്ന് 1:1:1:2 എന്ന തോതിലാണ് ഇവയുടെ മിശ്രണം. ഇടവിട്ടുള്ള തടങ്ങളിൽ പ്ലാസ്റ്റിക് കടലാസുകൾ വിരിച്ച് അതിന് മുകളിലായാണ് മണ്ണ് നിറയ്ക്കുന്നത്. ഇതുവഴി വെള്ളത്തിന്റെ ചോർച്ചയും വേരുപടലത്തിന്റെ വളർച്ചയും നിയന്ത്രിക്കാനാവും. അധികമായി നിറയുന്ന വെള്ളം പുറത്തു കളയാനായി ചെറിയ പൈപ്പും തടത്തിന് സമീപമായി ഉറപ്പിച്ചിരിക്കും. മത്ത, കുമ്പളം, പടവലം കൃഷിക്കായി പ്രത്യേക പന്തലുകളും ഒരുക്കേണ്ടതുണ്ട്. GI പൈപ്പുകളും പ്ലാസ്റ്റിക് കയറും ഉപയോഗിച്ചുള്ള പന്തൽ നിർമ്മാണം ചെലവ് കുറയ്ക്കുന്നതിനും സഹായകരമായി. ഏകദേശം 2 സെന്റിൽ നിർമ്മിച്ചിരിക്കുന്ന വീടിൽ പോലും ടെറസ് ഫാമിംഗ് വിജയകരമായി നടത്താനാകുമെന്ന് വാദ്യാർ പറയുന്നു.
കൃഷിക്കായി പ്രത്യേക മുൻകരുതലുകളൊന്നും തന്നെ വേണമെന്നില്ല. നല്ല അനുപാതത്തിൽ കമ്പിയും സിമന്റുമൊക്കെ ചേർത്ത് വാർത്തിയിട്ടുള്ള കെട്ടിടങ്ങളിൽ കൃഷി ഫലപ്രദമായി നടത്താനാകും. സ്ക്വയർ ഫീറ്റ് എത്രയുണ്ടെങ്കിലും അതിനനുസരിച്ച് നന്നായിട്ട് പ്ലാൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ അതിനൊരു പ്ലാൻ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് പൊക്കം കൂടുന്ന 2-3-4 തരത്തിൽ വേണം. അത് തെങ്ങിനനുസരിച്ചുള്ളതായ തടം, അതിൻ്റെ പൊക്കം വേണം, വിസ്താരം വേണം. മാവിന് വേണം, അത്രയും വേണ്ടി വരില്ല ഈ വാഴയ്ക്ക്. അതേസമയത്ത് ചേന, ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ, കപ്പ, ഇങ്ങനെയുള്ള വർഗ്ഗത്തിന് അടിയിൽ കൂടുതൽ സ്ഥലം ഉണ്ടായിരിക്കണം. അതേസമയത്ത് വഴുതന, വെണ്ട, ചീര അത്രയും വേണ്ടി വരില്ല. അങ്ങനെ ഓരോന്നിനും അത് പ്ലാൻ ചെയ്ത് എന്തൊക്കെയാണ് ഏത് ഭാഗത്താണ് നടാൻ പോകുന്നതനുസരിച്ചും. അത് മാത്രം പോരാ, നമുക്കതിൽ നനയ്ക്കാൻ സൗകര്യം, അതിൻ്റെ ചുറ്റുപാട് കള പറിക്കാൻ, വളം ചെയ്യുന്നതിനുള്ള സൗകര്യം വേണം. ജീവിതം പുതുമ നിറഞ്ഞതായിരിക്കണമെന്ന് വാദ്യാർക്ക് എക്കാലവും നിർബന്ധമുണ്ടായിരുന്നു. മനുഷ്യന് ആയുസ് കുറവായതിനാൽ പ്രവർത്തിക്കാനും സമയം കുറവാണെന്ന് ഈ മനുഷ്യൻ വിശ്വസിക്കുന്നു. തടസ്സങ്ങളെക്കുറിച്ച് വാദ്യാർ ചിന്തിക്കാറില്ല. നിരന്തരം പരീക്ഷണങ്ങളിൽ മുഴുകിയിരുന്ന മനസ്സിന് മുന്നിൽ പ്രതിബന്ധങ്ങൾ മുട്ടുമടക്കുകയാണ് പതിവ്. ടെറസിന് മുകളിൽ വാദ്യാർ ഒരുക്കിയ താമരക്കുളം കാണുക. അതിനരികിലെ പുൽമേട്, നടപ്പാതയെല്ലാം ദീർഘവീക്ഷണത്തോടെയും അനുഭവ സഞ്ചയത്തിലൂടെയും ആസൂത്രണം ചെയ്തതാണ്. തൻ്റെ സമപ്രായക്കാർ സ്റ്റേഡിയങ്ങളിലേക്കും പാർക്കുകളിലേക്കും പ്രഭാത സവാരിക്കായി ഇറങ്ങുമ്പോൾ വ്യായാമത്തിനായി താൻ തോട്ടത്തിലേക്കാണ് കയറുകയെന്ന് വാദ്യാർ പറയുന്നു. എന്നോട് എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ട് രാവിലെ നടക്കണം എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഈശ്വര സഹായം കൊണ്ടോ എന്തോ നടക്കാതെ തന്നെ ഞാൻ, കാരണം വെച്ചാൽ എനിക്ക് നടക്കുന്നതിന് വെറുതെ കളയുന്ന ആ സമയം ഇവിടെ വന്ന് ഈ 2-2.5 മണിക്കൂർ ഇതിലെ കള പറിക്കുക, വളം ചെയ്യുക, ചെടികൾ മാറ്റി നടുക, അങ്ങനെ ധാരാളം ഉണ്ട്. സമയം 2 മണിക്കൂർ ഇപ്പോൾ മതിയാകുന്നില്ല. ഇത് ചെയ്യുകയാണെങ്കിൽ ഈ പക്ഷികളുടെ അവരുടെ ഗാനം കേൾക്കാമെന്ന് മാത്രമല്ല, ഇതിൻ്റെ ഈ പച്ചപ്പിൻ്റെ ഇടയ്ക്കൂടി നടന്നാൽ നമ്മുടെ അതുപോലെ കാർബൺ ഡയോക്സൈഡ് അതിനെപ്പറ്റി അറിയാവുന്നല്ല. അത് ശരിക്കും നമുക്ക് ശുദ്ധമായി നമുക്ക് ശ്വസിക്കാനും സാധിക്കും. നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ്. നമുക്ക് ഈ വേണ്ട ഈ എക്സർസൈസ് ഇതിൽ നിന്ന് തന്നെ കിട്ടുകയും ചെയ്യും. ഇതെല്ലാവരും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. രാവിലെ 5-ന് തോട്ടത്തിലേക്ക് ഇറങ്ങുന്ന വാദ്യാർ 7:30-യോടെയാണ് തിരിച്ചു കയറുന്നത്. ചെടി നടാനും കള പറിക്കാനും വളമിടാനും നനയ്ക്കാനുമൊക്കെ ഇവിടെ ഒറ്റയാൾ മാത്രം. മുമ്പൊക്കെ ഭാര്യയും മക്കളും സഹായത്തിന് എത്തിയിരുന്നുവെങ്കിലും വാദ്യാരുടെ വേഗത്തിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. കായികക്ഷമതയ്ക്കൊപ്പം വേണ്ടത്ര മാനസികോല്ലാസം കൂടി തരുന്നതാണ് തോട്ടത്തിലെ ജോലികളെന്ന് വാദ്യാർ പറയുന്നു. ടെറസ് കൃഷിക്ക് അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിച്ചു നിർത്താൻ ശേഷിയുണ്ട്. അന്തരീക്ഷത്തിലെ കാർബൺ ബാലൻസിംഗ് നിലനിർത്തുന്നതിൽ ചെടികൾ സഹായകരമാണ്. അതുവഴി വേണ്ടത്ര ശുദ്ധവായു തോട്ടത്തിൽ ലഭ്യമാകുന്നു. ശുദ്ധവായുവിനു വേണ്ടി ഓക്സിജൻ പാർലറുകളെ ആശ്രയിക്കുന്ന നഗരവാസികൾ കണ്ടു പകർത്തേണ്ടതാണ് വാദ്യാരെന്ന ഈ ജീവിത മാതൃകയെ. തത്തയും മൈനയും ഉൾപ്പെടെ നഗരത്തിൽ അപൂർവമായ പലതരം പക്ഷികളുടെയും സങ്കേതം കൂടിയാണ് വാദ്യാരുടെ ടെറസ് തോട്ടം. ചില മാസങ്ങളിൽ പ്രത്യേകതരം പക്ഷികൾ തോട്ടത്തിൽ കൂടുകൂട്ടുന്നു. പക്ഷികളുടെ കൂജനങ്ങൾ കാതുകൾക്ക് ഇമ്പമാണെന്ന് വാദ്യാർ പറയുന്നു. രാവിലെ ശരിക്കും ഒരു 5-5:30 മണിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 5-6 തത്തയുണ്ടാവും ഇവിടെ. അതുപോലെ അങ്ങനെ അണ്ണാന്, അത് പല സാധനങ്ങളുണ്ട്.